ചെങ്ങന്നൂർ സീറ്റ് നിഷേധിച്ചതിനെതിരെ ആഞ്ഞടിച്ച മുതിർന്ന ബി.ജെ.പി. നേതാവ് ആർ ബാലശങ്കർ സീറ്റ് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ച ശേഷമാണ് ചെങ്ങന്നൂരിൽ പ്രചാരണം നടത്തിവന്നത്. തന്നെ ബോധപൂർവം ഒഴിവാക്കി പകരം ദുർബലനായ സ്ഥാനാർത്ഥിക്കാണ് സീറ്റ് നൽകിയത്. ഒഴിവാക്കിയതിന്റെ കാരണം സംസ്ഥാന നേതൃത്വം വിശദീകരിക്കണം. ചെങ്ങന്നൂരിലേക്ക് കെട്ടിയിറക്കിയ ആളല്ലെന്നും ജന്മനാടായ ആലായിൽ RSS ശാഖ തുടങ്ങിയത് താനാണെന്നും ആർ ബാലശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, ആരാണ് എനിക്ക് പ്രതികളെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സീറ്റ് നിഷേധിച്ചതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എനിക്ക് ഇവരെ മനസ്സിലായിട്ടില്ല. കാരണം സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാരോടും ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ പ്രവർത്തനം തുടങ്ങിയത്. അതുപോലെ കേന്ദ്രത്തിലെ എല്ലാ നേതാക്കന്മാരുടെയും അറിവോടുകൂടിയാണ് ഞാൻ ചെന്നൈയിൽ വന്നത്. 3 ആഴ്ച ഞാൻ അവിടെ പ്രവർത്തിച്ചു. സ്വന്തം ചെലവിൽ എന്റെ കയ്യിൽ നിന്നുള്ള കാശ് മുടക്കിയാണ് ഞാൻ അവിടെ പ്രവർത്തനം നടത്തിയത്. എന്നെക്കാട്ടിന് യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി BJP കണ്ടുപിടിച്ചിട്ട് അവർക്ക് സീറ്റ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിന്റെ പിന്നിലുള്ള ലോജിക്ക് സംസ്ഥാന നേതൃത്വം എടുത്ത അനുകൂലമായിട്ടാണ് പറയേണ്ടത്. VS അനു വിവരങ്ങൾ പങ്കുവെക്കും. അനു, ചെങ്ങന്നൂരിൽ ആദ്യം ഏതാണ്ട് ബാലശങ്കറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം പ്രവർത്തനവും ആരംഭിച്ചു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾ? ആരാണ് തന്നെ വെട്ടിയതിന് പിന്നിൽ എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്? രഞ്ജിത്ത്, ബാലശങ്കറിന്റെ ആരോപണ മുന നീളുന്നത് BJP സംസ്ഥാന നേതൃത്വത്തിലേക്കാണ്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കാരണം ഇവർ അറിഞ്ഞുകൊണ്ടാണ് താൻ കഴിഞ്ഞ 3 ആഴ്ചയായി ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുകൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ നിർദ്ദേശത്തോടു കൂടിയാണ് താൻ ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ തന്റെ സ്ഥാനാർത്ഥിത്വം ചിലർ വെട്ടി എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രത്യേകിച്ച് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ഒരു CPM BJP ബന്ധമുണ്ടോ എന്ന കാര്യവും അദ്ദേഹം സംശയം അല്ലെങ്കിൽ പരോക്ഷമായി അതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ചെങ്ങന്നൂർ എന്റെ സ്വന്തം നാടാണ്, താൻ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയല്ല. ഇക്കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വം കൃത്യമായ ഒരു വിശദീകരണം നൽകണമെന്നും ബാലശങ്കർ വ്യക്തമാക്കുന്നു. രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി ഒരു RSS BJP ശീതസമരം നിൽക്കുന്നുണ്ട് സംഘടനകൾക്കിടയിൽ. അതിന് അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് RSSന്റെ വലിയ പിന്തുണയുള്ള നേതാവാണ്. ശോഭയെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന് RSSന്റെ ഒരു വിഭാഗം ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് അതിനെ എതിർക്കുന്ന ഒരു നിലപാട് സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. അതിനിടെയാണ് RSSന്റെ സൈനികനായ ആർ ബാലശങ്കർ വളരെ രൂക്ഷ വിമർശനവുമായി പാർട്ടിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ എഡിറ്ററായിരുന്നു. അത് മാത്രമല്ല ഇപ്പോഴത്തെ BJPയുടെ നേതാക്കൾക്ക് ഇന്റലക്ച്വൽ സെല്ലിന്റെയൊക്കെ കോർഡിനേറ്ററാണ്, പബ്ലിക്കേഷൻ വിഭാഗത്തിന്റെ കൺവീനറാണ്. ഇത്തരത്തിൽ സൈദ്ധാന്തികമായ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ അത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ പെട്ടെന്ന് ചിരിച്ച് കളയാൻ BJPക്ക് കഴിയില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വളരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഈ സംഭവം വഴിവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അറിയുന്ന പ്രകാരമാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ബാലശങ്കറിന്റെ പ്രതികരണത്തിനെതിരെ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് ഈ BJP CPM ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ബാലശങ്കറിന്റെ പരാമർശം, അതിനെതിരെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് BJP CPM ബന്ധമാണെന്ന് കോൺഗ്രസും BJP ബന്ധമാണെന്ന് CPM ആരോപിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ RSSന്റെ തന്നെ വളരെ മുതിർന്ന ഒരു സൈദ്ധാന്തികൻ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമായി രംഗത്ത് വരുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച ഈ വിഷയങ്ങളിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഒരു കാര്യം നിൽക്കുന്നു, ചെങ്ങന്നൂരിൽ അങ്ങനെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശത്തുടർന്ന് അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി ഒരു സ്ഥാനാർത്ഥിയായി എത്തുകയും അവരുടെ പ്രവർത്തനം നടത്തുകയും ചെയ്ത ബാലശങ്കറിനെ ആരാണ് തഴഞ്ഞത് എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായി ഉയരുന്നത്. അതിനൊരു പക്ഷേ BJP സംസ്ഥാന നേതൃത്വം മറുപടി പറഞ്ഞ് മതിയാവുകയും. VS അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ബാലശങ്കർ വളരെ രൂക്ഷമായ വിമർശനം BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ഒരു സാഹചര്യമാണ്. അത് കോൺഗ്രസ് മുതലെടുക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ BJP CPM കൂട്ടുകെട്ടാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFനെ പരാജയപ്പെടുത്താനാണ് ഇതെന്നും പ്രതിപക്ഷം പറഞ്ഞത് സത്യമെന്ന് BJP നേതാവ് ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലോടെ വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇവിടെ BJP നേതാവ് ബാലശങ്കർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്.
അത് കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്ന് BJP-യുടെയും RSS-ൻ്റെയും നേതാവായ ബാലശങ്കർ ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് പ്രതിപക്ഷം പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് വന്നില്ലേ? കേരളത്തിൽ പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ പരാജയപ്പെടുത്താൻ BJP-യുമായിട്ട് CPM കൈകോർത്തിരിക്കുകയാണ്. അതിൽ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ആ ഗൂഢാലോചനയാണ് ഇപ്പോൾ ശ്രീ ബാലശങ്കറിന്റെ തുറന്ന പറച്ചിലൂടെ ഉണ്ടായിരിക്കുന്നത്. ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലിലൂടെ CPM BJP രഹസ്യ ധാരണ പുറത്തു വന്നുവെന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു. CPM-ന് തുടർഭരണം എന്നതാണ് ലക്ഷ്യം. BJP-ക്ക് കൂടുതൽ സീറ്റുകൾ നേടി മുഖം രക്ഷിക്കണം. ഇതിനാണ് ധാരണയുണ്ടാക്കിയിരിക്കുന്നത്. CPM BJP ധാരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. BJP മാർക്സിസ്റ്റ് ബന്ധത്തിന്റെ വളരെയേറെ കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പുറത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരിക. അല്ല, ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരല്ലേ. കേരളത്തിലെ ജനങ്ങൾ മറച്ചു വെക്കാൻ ആർക്കും ഒന്നും സാധിക്കത്തില്ല. സത്യം അവർ കണ്ടെത്തും, യാതൊരു സംശയവുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ലക്ഷ്യവും അവർക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തുടർഭരണം വേണം, മറ്റവർക്ക് അവരുടെ മുഖം രക്ഷിക്കാൻ കുറച്ച് സീറ്റിൽ MLA-മാരെ ഉണ്ടാക്കുകയും വേണം. ഇത് രണ്ടും ഒന്നിക്കുന്നത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരേന്ദ്രൻ കോന്നിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ പ്രപ്പോസൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിക്കും. മത്സരിക്കുന്നെങ്കിൽ കഴക്കൂട്ടത്തായിരിക്കും മത്സരിക്കുകയെന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അങ്ങ് തന്നെ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അല്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം കേന്ദ്ര നേതൃത്വത്തിന് മാത്രമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രപ്പോസൽ അവരുടെ മുമ്പാകെ വെക്കാൻ മാത്രമുള്ള അധികാരമുണ്ട്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതിക്കാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള ഏത് തീരുമാനവും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇരിക്കൂറിൽ A ഗ്രൂപ്പിന്റെ സമാന്തര കൺവെൻഷൻ തുടങ്ങി. A ഗ്രൂപ്പ് നേതാവ് ചന്ദ്രൻ തില്ലങ്കേരിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ. സ്ഥാനാർത്ഥി സജീവ് ജോസഫ് വിജയ സാധ്യതയില്ലാത്ത ആളാണെന്നാണ് K സുധാകരൻ പക്ഷം പറയുന്നത്. പ്രശ്നപരിഹാരത്തിന് MM ഹസനും KC ജോസഫും ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കാണാനായില്ല. തുടർന്ന് A ഗ്രൂപ്പ് കൺവെൻഷനുമായി മുന്നോട്ട് പോവുകയാണ്. ഇരിക്കൂർ കോൺഗ്രസിന് വെറും ഫിക്സഡ് ഡെപ്പോസിറ്റ് മാത്രമാണെന്നും അണികളുടെ വികാരം ഉൾക്കൊള്ളാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഹുമാനരായ നമ്മുടെ നേതാക്കന്മാരെ നമ്മളെ കാണണമെന്ന് പറഞ്ഞു, കാണാൻ വേണ്ടി പോകും. ഗ്രൂപ്പിന്റെ ഒന്നും വിഷയമല്ല, ഗ്രൂപ്പിന്റെ ഒന്നും പ്രശ്നമല്ല. അവിടുത്തെ പ്രവർത്തകരുടെ വികാരം മാനിക്കണമെന്ന നിലപാടിൽ മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, കൺവെൻഷൻ ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. ഒരു തരത്തിലും ഒരു സമവായത്തിന് സാധ്യതയില്ലാത്ത തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇരിക്കൂറിൽ? നിലവിൽ ശക്തമായ നിലപാട് തന്നെയാണ് A ഗ്രൂപ്പ് തുടരുന്നത്. കാരണം സോണി സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു അവിടുത്തെ A ഗ്രൂപ്പ് അംഗങ്ങൾ പൊതുവെ ധരിച്ചിരുന്നത്. പക്ഷെ അതിനേറ്റ തിരിച്ചടി അവർക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സജീവ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് A ഗ്രൂപ്പ് നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ പ്രശ്നം സമവായത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ എത്തിയ UDF കൺവീനർ MM ഹസനോടും അതുപോലെ തന്നെ KC ജോസഫിനോടും അവർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കമാൻഡിനോട് തങ്ങളുടെ പ്രശ്നങ്ങൾ, തങ്ങളുടെ വികാരവും അറിയിക്കണം എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഏതായാലും മങ്ങുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഈ I ഗ്രൂപ്പിന്റെ നിലപാടും സമാനമായ രീതിയിൽ തന്നെയാണ്. കാരണം ഈ MM ഹസനും അതുപോലുള്ള കോൺഗ്രസ് നേതാക്കളും കണ്ണൂർ ജില്ലയിലുള്ള I ഗ്രൂപ്പ് നേതാക്കളെയും കാണുകയുണ്ടായി. അത് K സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വികാരം തന്നെയാണ്. സതീശൻ പാച്ചേനിയും അതുപോലെ
ഉള്ള നേതാക്കളും പങ്കുവച്ചത്. ഈ സോണി സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയാകും എന്ന ആയിരുന്നു പൊതുവികാരമെന്നും അതേസമയം സജി ജോസഫിന്റെ വിജയസാധ്യതയെക്കുറിച്ച് അവർ സംശയം പ്രകടിപ്പിക്കുകയും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം ഇനി സ്ഥാനാർത്ഥി മാറുന്നു എന്ന കാര്യത്തിൽ ഇനി അത്തരത്തിൽ ഒരു സാധ്യത കാണുന്നില്ല. എ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാനായുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുക മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള വഴി. അതേസമയം സുധാകരന്റെ കടുത്ത നിലപാടും കോൺഗ്രസിന് പൊതുവെ ഒരു തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ശരി മനു. അതേസമയം KC വേണുഗോപാലിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി എ ഗ്രൂപ്പ് രംഗത്തെത്തി. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്ന് സുധാകരൻ ആവർത്തിച്ച് ആരോപിച്ചു. ഇരിക്കൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തി കെ സുധാകരൻ ഇന്നും ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാൻ തൃപ്തനല്ല. പക്ഷേ പാർട്ടി സ്വീകരിച്ച, പാർട്ടി അംഗീകരിച്ച പട്ടിക വെച്ചിനി പോകാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് വെച്ച് പോകണം. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ നേതാക്കന്മാരുമായി സംസാരിച്ച് ചർച്ച നടത്തി അതിന് പരിഹാരം കാണുകയാണ് ഒരു പാർട്ടിയിലെ പ്രവർത്തന ശൈലി. സജീവ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം KC വേണുഗോപാലിന്റെ ഗൂഢാലോചനയാണെന്ന് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതൃത്വം തുറന്നടിച്ചു. അപ്പോൾ ഇരിക്കൂറിന് വേണ്ടി പിടിക്കുന്നത് 10-35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഇരിക്കൂർ പോലുള്ള സ്ഥലത്ത് അദ്ദേഹം കടുംപിടുത്തം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകി പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലയാണ് ചർച്ചകൾക്കെത്തിയ UDF കൺവീനർ MM ഹസനും KC ജോസഫും മുന്നോട്ട് വയ്ക്കുന്നത്. ഹൈക്കമാൻഡിനെ അവരുടെ വികാരം അറിയിക്കണം എന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം ഞങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കും, അവരുടെ വികാരം അറിയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു നേതാക്കളുമൊക്കെ ഇട്ട് ആലോചിച്ച് ഒരു തീരുമാനമുണ്ട്. അതേസമയം ഇരിക്കൂറിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, News 18 കണ്ണൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ KC വേണുഗോപാൽ ഇടപെടില്ലെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നിന്നുള്ള നേതാവെന്ന രീതിയിൽ അദ്ദേഹം സഹായിച്ചിട്ടേ ഉള്ളൂവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ ലിസ്റ്റിൽ ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം നമ്മളെ മലയാളി ആയതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ. കെ സുധാകരനെ തള്ളി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. ഗ്രൂപ്പ് നോക്കിയല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, വിജയ സാധ്യതയാണ് പരിഗണിച്ചത്. ലതിക സുഭാഷിനെയും താരിഖ് അൻവർ വിമർശിച്ചു. വ്യക്തിയല്ല വലുത്, പാർട്ടിയാണ്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും താരിഖ് അൻവർ News 18 പറഞ്ഞു. K. Sudhakaran says that the groupism is the issue of is the reason for this issue. Do you agree? I don't agree. The winnability was our priority, and we have taken everyone into confidence. We discuss with him also in detail. Ledika Subhash is already resigned. What is your opinion? Whether her protest may be affecting Kerala? No, I don't think. The party interest must be given priority. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുകൂലികൾ പ്രകടനം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസ് പ്രതിഷേധക്കാർ ഉപരോധിച്ചു. VV പ്രകാശിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനിരിക്കെയാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അണികൾ തെരുവിലിറങ്ങിയത്. രാത്രിയും ആര്യാടൻ അനുകൂലികൾ പ്രകടനം നടത്തിയിരുന്നു. അതേസമയം ഷൗക്കത്തിനെതിരെ മുൻ DCC അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയുമായ E. മുഹമ്മദ് കുഞ്ഞി രംഗത്തെത്തി. ആര്യാടൻ ഷൗക്കത്തിനെ DCC പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആളെ കൂട്ടി പ്രകടനം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഏതാനും പേരെ തെരുവിലിറക്കി പ്രകടനം നടത്തി KPCC നേതൃത്വത്തെ വെല്ലുവിളിച്ച ഒരാൾക്ക് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പാരിതോഷികമായി നൽകാനുള്ള നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഈ നടപടി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല. വൈപ്പിൻ സീറ്റ് തർക്കത്തിൽ INTUs നേതാക്കളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചർച്ച നടത്തി. സമവായ ചർച്ച നാളെയും തുടരും. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസിനെ അനുനയിപ്പിക്കാനാണ് ശ്രമം. വൈപ്പിനിൽ റിബലായി മത്സരിക്കുമെന്ന് ഹരിദാസ് ഇന്നലെ സൂചന നൽകിയിരുന്നു. ചർച്ചയെ തുടർന്ന് DCC ഓഫീസിലേക്ക് INTUC നിശ്ചയിച്ച മാർച്ചും മാറ്റിവെച്ചു. കേരളത്തിലെ ആദ്യ ചാക്കിടൽ. കേരളത്തിൽ ഒരു MLA ആദ്യമായി ചാക്കിടാൻ ശ്രമിച്ചത് ആര്യനാട്ടെ R. ബാലകൃഷ്ണപിള്ളയെ. 1957 CPI MLA ആയ ബാലകൃഷ്ണപിള്ളയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയത് കോൺഗ്രസ്. പണം വാഗ്ദാനം ചെയ്തത് ബാലകൃഷ്ണപിള്ള പരസ്യമാക്കിയത്
ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് വേദിയിൽ. വിവാദമായത് കോൺഗ്രസിന് വേണ്ടി കുളത്തുങ്കൽ പോത്തൻ സമീപിച്ചു എന്ന വെളിപ്പെടുത്തൽ. വിവാദം EMS വിവരിക്കുന്നത് ദേവികുളം ഉപതെരഞ്ഞെടുപ്പും ചാക്കിടലും എന്ന ലേഖനത്തിൽ. അന്ന് പാർട്ടി വിടാതിരുന്ന ബാലകൃഷ്ണപിള്ള 4 വർഷത്തിനു ശേഷം കോൺഗ്രസിൽ ചേർന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ലെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ഒരു മുന്നണിയുടെ ഭാഗമാകില്ല, എല്ലാവരുടെയും പിന്തുണയും സ്വീകരിക്കുമെന്നും ജയിച്ചാലും തോറ്റാലും സമരം തുടരുമെന്നും അവർ പറഞ്ഞു. ഒരുപാട് അമ്മമാരും അച്ഛന്മാരും കൂടപ്പുറപ്പുകളും വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്നെ നേരിൽ ചോദിക്കാമല്ലോ, ഇതൊരവസരമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനും ശരിയാണെന്ന് തോന്നിപ്പിച്ച് സമരസമിതിയായിട്ട് തീരുമാനിച്ച് ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പം എനിക്ക് മുഖ്യമന്ത്രി കൂടെ നേരിട്ട് ചോദിക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ വിചാരിച്ച് സമരസമിതിയായിട്ട് ആലോചിച്ച് നല്ല തീരുമാനമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മത്സരിക്കാൻ നിൽക്കാൻ തീരുമാനിച്ചത്. അല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ തയ്യാറല്ല. നമ്മൾ സമരസമിതിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ പിന്തുണ കിട്ടിയാൽ അത് നമ്മൾ അംഗീകരിക്കും. ഇല്ല 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 ഇല്ല. വാളയാർ നീതി സമരസമിതിയുടെ പേരിലാണ് മത്സരിക്കുകയെന്നും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പെൺകുട്ടികളുടെ അമ്മ തലമുണ്ടനം ചെയ്തിരുന്നു. വാളയാർ പെൺകുട്ടികളുടെ അമ്മ മത്സരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മാനം മാറിയെന്നും പിന്തുണ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് പിന്തുണ നൽകണമെന്ന് KPCC അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെ ലതിക സുഭാഷിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. ലതികയുടെ സ്ഥാനാർത്ഥിത്വം ആസൂത്രിതമാണെന്ന് സംശയിക്കുന്നതായി രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞു. ലതികയ്ക്ക് CPM-യുമായുള്ള ബന്ധത്തെപ്പറ്റി കോട്ടയത്ത് പറയുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞ ലതിക തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് വ്യക്തമാക്കി. ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി ഭരത് കൈപ്പാറേടനെ BDJS മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ലതികയ്ക്കെതിരെ രംഗത്തെത്തിയത്. ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം ആസൂത്രിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതൊക്കെ ഒരു പ്ലാൻ ചെയ്ത പദ്ധതിയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പം BDJS സ്ഥാനാർത്ഥി പിന്മാറി അവിടെ. അപ്പോൾ അങ്ങനെ കൂടെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തോ ചെറിയ പദ്ധതി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് ഇനി പരിശോധിക്കണം. ലതിക സുഭാഷ് അടഞ്ഞ അധ്യായമാണെന്നും CPM-യുമായി അവർക്കുള്ള ബന്ധത്തെപ്പറ്റി കോട്ടയത്ത് പറയുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ലതിക സുഭാഷിന്റെ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരടഞ്ഞ അധ്യായമാണ്. ഏറ്റുമാനൂരിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ചോദ്യം ഉമ്മൻചാണ്ടി ചിരിച്ചു തള്ളി. കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പം തന്നെ നിൽക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ലതികയെ തള്ളി ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസും രംഗത്തെത്തി. ബഹുമാനിയായ ലതിക സുഭാഷ് UDF-നെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും മുതിരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം മത്സരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ലതിക സുഭാഷ് വ്യക്തമാക്കി. ആരോപണങ്ങൾക്ക് മറുപടിയില്ല. ഞാനിപ്പം ഒരു വിമത സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. എന്തായാലും എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമാകാനാണ് ലതികയുടെ തീരുമാനം. അതേസമയം മണ്ഡലത്തിൽ വോട്ടുകൾ ചോരാതിരിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. ഇന്നലെ പ്രവർത്തകരുടെ യോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തു. ന്യൂസ് 18 കോട്ടയം. ലതിക സുഭാഷ് തലമുണ്ടനം ചെയ്തിട്ട് കാര്യമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തലയെ അറുത്തുവച്ചാലും കോൺഗ്രസ് നേതാക്കൾ കുലുങ്ങില്ലെന്നും കോടിയേരി പരിഹസിച്ചു. ഇവരുടെ മുമ്പിലൊക്കെ പോയി തലമുണ്ടനം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഠിനഹൃദയരാവരുടെ മുമ്പിൽ പോയി ആരെങ്കിലും തലമുണ്ടനം ചെയ്യും? തല തന്നെ അറുത്തു വെച്ചാലും യാതൊന്നും കുലുങ്ങാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. പാവം ലതിക സുഭാഷ്, അവരുടെ മുടി പോയി എന്നുള്ളതല്ലാതെ ഇതുകൊണ്ടെന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് അഹമ്മദ് കബീർ. അഹമ്മദ് കബീറും ലീഗ് ജില്ലാ നേതൃത്വവും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അഹമ്മദ് കബീറിന് രാജ്യസഭാ സീറ്റ് നൽകി അനുനയിപ്പിക്കാനാണ് ലീഗിന്റെ ശ്രമം. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരുവർക്കും പ്രവർത്തകർ വലിയ സ്വീകരണമൊരുക്കി. പാമ്പാടി ബ്ലോക്ക് ഓഫീസിലെത്തിയാണ് പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയായ ഉമ്മൻചാണ്ടി പത്രിക നൽകിയത്. 3 സെറ്റ് പത്രിക അദ്ദേഹം നൽകി.
രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത്. ഇത് 5ാം തവണയാണ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് നിന്ന് നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത്. മട്ടന്നൂരിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി KK ശൈലജയും നാമനിർദ്ദേശ പത്രിക നൽകി. ആരോഗ്യമേഖലയിൽ ഉണ്ടാക്കിയ മാറ്റത്തിനുള്ള അംഗീകാരം ജനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി KK ശൈലജ പറഞ്ഞു. കെ മുരളീധരനത്തോടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മാറുകയാണ് നേമം. കെ മുരളീധരൻ ഒരു വെല്ലുവിളി അല്ലെന്ന് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പോരാട്ടം LDFും NDAയും തമ്മിലാണെന്നാണ് CPMന്റെ നിലപാട്. കോൺഗ്രസിൽ കരുത്തനായ സ്ഥാനാർത്ഥി വരുന്നു എന്ന പ്രചരണമൊന്നും തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളെ മാറ്റില്ലെന്നാണ് ഇടതുമുന്നണിയുടെയും BJPയുടെയും നിലപാട്. മുരളീധരൻ വെല്ലുവിളി ഉയർത്തുമെന്ന വാദങ്ങൾ കുമ്മനം രാജശേഖരൻ തള്ളി. കരുത്തും തൻ്റെ ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രാജിവെച്ചവരുണ്ട്. അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ്. സ്ഥാനമാനങ്ങൾ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ കിട്ടുന്ന ആളുകളെ ഭാഗ്യാന്വേഷികൾ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ അതേപടി നിലനിൽക്കുന്നു എന്നാണ് ഇടതുമുന്നണിയുടെ വാദം. LDF NDA പോരാട്ടമാണ് നടക്കുന്നതെന്ന് V ശിവൻകുട്ടി. സാധാരണഗതിയിൽ വിലയിരുത്താൻ കഴിയുന്നത് മത്സരം LDFും NDAയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. നേരത്തെ കളത്തിലിറങ്ങിയ ഇടത് BJP സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാണ്. വോട്ടഭ്യർത്ഥനയ്ക്കിടെ ഇരുവരും യാദൃച്ഛികമായി കണ്ടുമുട്ടി. നാളെ മുതൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനും മണ്ഡലത്തിൽ സജീവമാകും. വൈകിട്ടെത്തുന്ന മുരളീധരന് വൻ സ്വീകരണമാണ് UDF പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. K മുരളീധരൻ വന്നതോടെ നേമത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കാര്യമായ മാറ്റമുണ്ടായെന്ന് വ്യക്തം. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും വീറിട്ട പോരാട്ട മുഖമായി നേമം മാറുകയാണ്. നേമത്തു നിന്നും TG സജിത്, ന്യൂസ് 18. ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമേശ് പിഷാരടി സംസാരിക്കുന്നു. പാമ്പാടിയിൽ നിന്ന് തത്സമയമുള്ള അവസ്ഥ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സാറിനെയോ മുല്ലപ്പള്ളി സാറിനെയോ ചെന്നിത്തല സാറിനെയോ ഒക്കെ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDFിലെ ഏത് സാധാരണക്കാരനായ പ്രവർത്തകനും വിമർശിക്കണമെന്ന് തോന്നിയാൽ വിമർശിക്കാം, നിങ്ങൾക്ക് പറയാം. ശരിയെന്ന് തോന്നിയാൽ അതവിടെ തിരുത്തപ്പെടും. അത്തരത്തിലുള്ള അത്രയും ജനാധിപത്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്. അല്ലാതെ ഞങ്ങളങ്ങ് പറയാം, നിങ്ങളങ്ങ് കേട്ടോ എന്നുള്ളതാണെങ്കിൽ അതിൽ ജനാധിപത്യം എന്ന് പറയുന്നതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വളരെ ശ്രദ്ധിച്ചു നോക്കുള്ളൂ, ചില തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും ഒരു യാത്രയുടെയോ പൊതുപരിപാടിയുടെയോ പോസ്റ്ററുകളിൽ ഒരാളുടെ മാത്രം തലയുള്ള പോസ്റ്റർ UDFിന് ഇല്ല. മിനിമം 10 തലയെങ്കിലും എല്ലാ പോസ്റ്ററുകളിലും ഒട്ടിക്കുന്ന ഒരേ ഒരു പാർട്ടിയും നമുക്ക് സധൈര്യം പറയാവുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അത്രയധികം നേതാക്കളുള്ള, അത്രയധികം നമ്മളെ നയിക്കാൻ കെൽപ്പുള്ള ആളുകളുള്ള, അത്രയധികം ജനാധിപത്യം നിലകൊള്ളുന്ന ഒരു പാർട്ടി. അപ്പം ഈ ചടങ്ങിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു മുഖ്യാതിഥിയായിട്ട് എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ ഓടി വരികയാണ് ഉണ്ടായത്. ഇതിനുശേഷം ഇനി തൃപ്പൂണിത്തുറയിൽ K ബാബു ചേട്ടൻ്റെ കൺവെൻഷനാണ്. ഇപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് കൂടി എത്താം എന്ന് ഞാൻ വാക്ക് പറഞ്ഞിരുന്നത് കൊണ്ട് ഞാൻ അധികം നേരം ഈ വേദിയിൽ തുടരില്ല. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. തിരിച്ച് തൃപ്പൂണിത്തുറ വരെ ഓടി എത്തേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ കലാകാരന്മാർ ഒരു സംഘടിതരായിട്ടുള്ള ആൾക്കാരല്ല. ഒരു റോഡിൽ നടന്നൊരു സമരം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വലിയ സംഘടിത ശക്തിയൊന്നും ഉള്ളവരല്ല. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിഞ്ഞ കോവിഡ് വന്നപ്പോൾ ഉള്ള പോലെയുള്ള പല പ്രശ്നങ്ങളും വന്നപ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ആളില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില റിക്വസ്റ്റുകൾ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കലാകാരനാണെന്ന്. പക്ഷെ നമ്മൾ എങ്ങനെ തെളിയിക്കും? എന്ത് സർട്ടിഫിക്കറ്റാണുള്ളത്? സാധാരണ വേദികളിൽ പാട്ട് പാടുന്ന ഒരാൾക്ക് എന്ത് സർട്ടിഫിക്കറ്റാണുള്ളത്? പല സർട്ടിഫിക്കറ്റുകളും ഈ നാട്ടിലുണ്ട്. ഒരാൾ കലാകാരനാണെന്ന് അങ്ങനെ ഗവൺമെന്റ് തലത്തിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അങ്ങനെ ഇതിനൊക്കെ വേണ്ടി പാടുപെട്ടൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിൽ നിന്നും ഒരാൾ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ധർമ്മജനെ പോലെ കലയുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്നും അധ്വാനിച്ചുയർന്നു വന്ന അദ്ദേഹത്തിനൊരു സീറ്റ് കൊടുക്കാൻ മനസ്സ് കാണിച്ചതിന് കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് രമേശ് പിഷാരടി സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ. പ്രമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഞാനാണ് ആനന്ദ് നരസിംഹൻ. ഈ രോമാഞ്ചം കൊള്ളിക്കുന്ന യാത്രയിൽ നിങ്ങളുടെ ഹോസ്റ്റും സുഹൃത്തും അതുപോലെ സൂത്രധാരനും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന യങ് ജീനിയസിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ പറയും
വാ ചോട്ടെ ഉസ്താദ് വാ എന്ന്. താങ്കൾ എത്ര വയസ്സ് മുതലാണ് തബല വായിക്കാൻ തുടങ്ങിയത്? തുടക്കം എപ്പോഴായിരുന്നു? ഇതുവരെ ഞാൻ തബല പഠിച്ചു തുടങ്ങിയിട്ടൊരു 10 വർഷത്തോളമായി. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി എൻ്റെ ഗുരുവിന്റെ കീഴിൽ താലിം പഠിച്ചു തുടങ്ങി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ പോലും നമുക്ക് ഐഡിയ ഇല്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. പക്ഷെ ഇവരൊക്കെ ഈ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ നേടുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ച് വീണ്ടും ആ കുട്ടിക്കാലത്തിലേക്ക് പോയി വീണ്ടും കുട്ടിയായി മാറി. തിലൂക്കിന്റെ ലിംബോ സ്കേറ്റിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത് എത്ര ദൂരമാണ് താങ്കൾ ഇങ്ങനെ? 145 meters. 145 മീറ്ററോളം കാലുകൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ സ്കേറ്റ് ചെയ്തു. എത്ര വയസ്സിലായിരുന്നു അത്? 7 വയസ്സുള്ളപ്പോ. പക്ഷെ ആരോ തിലൂക്കിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആരാത്? അതെ സർ, ഞാൻ എന്റെ റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്തു. ഏതൊരു കാര്യത്തിനായി പരിശ്രമിക്കുകയാണെങ്കിലും അതിൽ നമുക്ക് നേട്ടം കൈവരിക്കാനാകും. എന്റെ ആഗ്രഹം ഇതാണ്. ഈ കാണുന്ന യങ് ജീനിയസസ് ഉണ്ടല്ലോ, വളരെ ചെറിയ പ്രായത്തില് അവരുടെ ഉള്ളിലെ ടാലൻസ് മനസ്സിലാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ രീതി നമുക്ക് വളരെയധികം ഗുണകരമാണ്. നേമത്തെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും നിരവധി പ്രവർത്തകരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങോട്ട് പോ, എവിടെയെങ്കിലും വെച്ചോ. എടുക്ക്.